ഹേ ഇറ്റ്സ് ആമി. ഇന്നൊരു ഗുരുവായൂർ വ്ളോഗാണ്. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഇവിടെ ഒരാളിതാ പൈസ ഒക്കെ എടുക്കുന്നുണ്ട് അമ്പലത്തിൽ. ബാഗൊക്കെ പാക്ക് ചെയ്തു. ഞങ്ങളൊരു വൈകുന്നേരമാണ് ഇറങ്ങിയത്. ഒരു 5 മണിയൊക്കെ ആവും. അങ്ങനെ അവിടെ പോയി റൂം എടുത്തിട്ട് വാഗച്ചാർത്ത് കാണാമെന്നായിരുന്നു പ്ലാൻ. എല്ലാവരും ഹായ് പറയൂ. എല്ലാവരും ഹായ് പറയാൻ പറഞ്ഞിട്ട് അമ്മ മാത്രമാണ് ഹായ് പറഞ്ഞത്. പോണ വഴിക്ക് വിശന്നപ്പോൾ അമ്മ അടയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ കഴിച്ചു. അങ്ങനെ കുതിരാനൊക്കെ എത്തി. പിന്നെ നമ്മൾ പോണ വഴിക്ക് ഫുള്ള് പള്ളി പെരുന്നാളായിരുന്നു. പെരുന്നാൾ തന്നെയാണ്. പള്ളിയിൽ 2-3 പള്ളിയിലത്തെ പരിപാടിയെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഫുള്ള് പരിപാടിയായിരുന്നു. ഞാൻ ഇതുവരെ പള്ളിയിലത്തെ പരിപാടി ഒന്നും കണ്ടിട്ടില്ല, അതുകൊണ്ട് നല്ല രസമായിരുന്നു. കുറേ ലൈറ്റും ആൾക്കാരും. അങ്ങനെ ഫുഡ് കഴിക്കാൻ പത്തൻസ് പറഞ്ഞൊരു വെജിറ്റേറിയൻ ഹോട്ടലിലാണ് പോയത്, തൃശ്ശൂരുള്ളത്. അവിടെ അവരുടെ തന്നെ ബേക്കറി ഒക്കെ ഉണ്ടായിരുന്നു താഴെ. ഞാൻ ആദ്യമായിട്ടാണ് പോണത്. ഫുഡ് കഴിക്കുന്നത് ഫസ്റ്റ് ഫ്ലോർ ആണ്. അപ്പോൾ ലിഫ്റ്റ് എടുത്തിട്ട് പോയി. അങ്ങനെ മേലെയൊക്കെ എത്തി. മേലെ എത്തിയപ്പോഴാണ് എത്ര തിരക്കുണ്ടെന്ന് പറഞ്ഞത്. ഫുള്ള് തിരക്കായിരുന്നു. എന്തോ ഭാഗ്യത്തിന് പോയതും സീറ്റ് കിട്ടി. അങ്ങനെ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. അമ്മ ചപ്പാത്തി, പനീർ കറി, അച്ഛൻ ദോശ, പിന്നെ നൂഡിൽസ്. അച്ഛമ്മയും ഞാനും ദോശ തന്നെ കഴിച്ചത്. ടേസ്റ്റ് വൈസ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വെജിറ്റേറിയൻ ഹോട്ടൽ ആയതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള ഒരു ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഒരു കോഫി കുടിച്ചതിനേക്കാൾ എനിക്ക് കോഫിയാണ് നല്ല ഇഷ്ടപ്പെട്ടത്. നല്ല അടിപൊളി കോഫി ആയിരുന്നു. പിന്നെ പോകുമ്പോൾ പിന്നെയും പരിപാടിയായിരുന്നു. അതും അവിടുന്ന് ചായയും കോഫിയും ഒന്നും കുടിക്കാത്തതുകൊണ്ട് ജ്യൂസ് വേണം പറഞ്ഞിട്ട് ഒരു കടയിൽ നിർത്തി. ഞാനും ഒരു മുസംബി ജ്യൂസ് ഒക്കെ കുടിച്ചു. പിന്നെ അതൊരു മൊജിറ്റോ. ജ്യൂസ് എനിക്ക് വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല, ബട്ട് മൊജിറ്റോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നാണ് അത് പറഞ്ഞത്. ഞാൻ കുടിച്ചില്ല. അങ്ങനെ നമ്മൾ ഗുരുവായൂരെത്തി. ആനയൊക്കെ കണ്ടു. ഞാൻ പറഞ്ഞല്ലോ, റൂം എടുത്തിട്ട് രാവിലെ വാഗച്ചാർത്ത് കാണാനായിരുന്നു. ഗുരുവായൂർ സ്റ്റേ അടിക്കുന്നത് കൂടുതലും ഇവിടെ ആയിരിക്കും. ഇവിടെ നല്ല അഫോർഡബിൾ റൂംസ് ആണ്. ആണെങ്കിലും നോൺ എ സി ആണെങ്കിൽ ഇവിടെ AC റൂം അവൈലബിൾ അല്ലായിരുന്നു, എല്ലാം ബുക്ക്ഡ് ആയിരുന്നു. അതുകൊണ്ട് നോൺ AC കിട്ടിയത്. ഒരു റൂമിന് 525 ആയിരുന്നു. ഒരു റൂമിൽ 2 ബെഡ് ഉണ്ടാവും. അതും അവരുടെ പഴയ ബിൽഡിങ്ങിലായിരുന്നു കിട്ടിയത്. റൂമൊക്കെ എത്തി ഒന്ന് ഫ്രഷ് ആയി മുടിയൊക്കെ കെട്ടിയിട്ട് ഇറങ്ങി വെറുതെ ഒന്നിങ്ങനെ നടന്നിട്ട് വരാൻ. അങ്ങനെ ഗുരുവായൂരൊക്കെ പോയി. ഞാൻ വിചാരിച്ചു രാത്രി ആയപ്പോൾ തിരക്കൊന്നും ഉണ്ടാവില്ല. നല്ല അടിപൊളി തിരക്കായിരുന്നു. ഒന്നാമത്തെ കാര്യം ഫുള്ള് പരിപാടിയായിരുന്നു. 2 സ്റ്റേജിലും ഡാൻസും പാട്ടും എല്ലാം ഉണ്ടായിരുന്നു. പരിപാടിക്ക് വന്നവരല്ലാണ്ട് പിന്നെ വേറെ തൊഴുതാൻ വന്നവർ, അവരുടെ തിരക്കും അങ്ങനെ നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മൾ അവിടെ ഒക്കെ ഇങ്ങനെ കറങ്ങി തൊഴുതി നട അടച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും നേരെ ഗരുഡിനെ കാണാൻ പോയി. അതുവരെ നടന്ന് വരുന്ന വഴിക്ക് കരിമ്പ് ജ്യൂസ് കുടിച്ചു. അവിടെ സ്ക്രീനിൽ 25 എന്നൊക്കെ വന്നു, പക്ഷെ 30 റുപ്പീസ് ആയിരുന്നു ഒരു കരിമ്പ് ജ്യൂസ്. നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മളുടെ ഇവിടെ കിട്ടുന്നതിനേക്കാൾ ഒരു വെറൈറ്റി. അങ്ങനെ അതൊക്കെ കുടിച്ച് നാളത്തേക്ക് വെക്കാനുള്ള മുല്ലപ്പൂ ഒക്കെ വാങ്ങിച്ചു. ഡാൻസ് ഒക്കെ കണ്ട് റൂം എത്തി. ബാക്കി ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാം. ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.